എന്നത്തെയും പോലെ രാവിലെ ഫ്രഷായി കിച്ചണിലേക്ക് വരികയാണ്. സത്യം പറഞ്ഞാൽ സമയം 7:45 കഴിഞ്ഞു കേട്ടോ. അങ്കിത്തിന് ഇപ്പൊ സ്കൂൾ അവധി ആയതുകൊണ്ട് രാക്കയ്ക്ക് പോകാറാകുമ്പോൾ എല്ലാം ഒന്ന് റെഡിയാക്കി കൊടുത്താൽ മതിയല്ലോ എന്ന് വെച്ച് ഇച്ചിരി കൂടെ സുഖമായിട്ട് ഉറങ്ങും. ഫ്രണ്ടിലെ കഥ തുറന്ന് നോക്കിയപ്പോൾ വെയിൽ ഉറച്ചു കഴിഞ്ഞു 8 മണിക്ക്. പിന്നെന്താണ് വന്നതേ പാല് കച്ചാൻ വെക്കുകയാണ്. അങ്കുന്റെ അസുഖമൊക്കെ കുറഞ്ഞു കേട്ടോ. അന്നൊരു ദിവസം പനി കാണിച്ചതേ ഉള്ളൂ, പിന്നെ പനിയൊന്നും വന്നിട്ടില്ല. നമ്മുടെ ടെസ്റ്റ് റിസൾട്ട് കുഴപ്പമൊന്നുമില്ല, എല്ലാം നോർമലാണ് ദൈവാധീനം കൊണ്ട്. ചൂട് കൂടിയല്ലോ, അപ്പൊ അതിന്റെ പിള്ളേർക്കൊക്കെ ഇങ്ങനെ വരുന്നതാണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. എന്തായാലും ഞങ്ങളുടെ ചായ തിളപ്പിക്കുന്ന സമയം കൊണ്ട് അങ്കുവിന് പാല് ആറ്റി കൊടുക്കുകയാണ്. ശരിക്കും ഞങ്ങളൊന്ന് പേടിച്ചു പോയായിരുന്നു, കാരണം ഇവിടെ കുറേ ടൈഫോയിഡ് കേസസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ടൈഫോയിഡ് ആണോ എന്ന് വെച്ചിട്ടാണ് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തത്. പക്ഷെ വേറെ കുഴപ്പമൊന്നുമില്ല, പനിയും പിന്നെ വന്നൊന്നുമില്ല. ഭക്ഷണമൊക്കെ കഴിക്കാൻ ഡോക്ടർ പറഞ്ഞു നന്നായിട്ട്. അങ്ങനെ രാക്കേതേ ഓഫീസിലേക്ക് ഇറങ്ങി. നമുക്ക് പുറവിൽ തന്നെ ഇങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് പോവാണ് ഓഫീസിൽ പോകുന്ന വേറെ. അവൻ ഇങ്ങനെ പറഞ്ഞോണ്ടേയിരിക്കും രാക്കയെടുത്ത്. അവൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഫ്രൂട്ട് ബൺ ഉണ്ടായിരുന്നു, നമ്മുടെ സ്വീറ്റ് ബൺ ഉണ്ടല്ലോ, അകത്ത് ടൂട്ടി ഫ്രൂട്ടിയൊക്കെ വെച്ച്, അത് ഒരെണ്ണം വലുതാ, അതെടുത്തത് 2ആയിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ വെച്ചിട്ട് ഇതിലേക്ക് ഞാനിനി കുറച്ച് നെയ്യ്, നമ്മുടെ മിൽമയുടെ നാട്ടിലെ നെയ്യാണ്, മലയാളിക്കടയിൽ നിന്ന് വാങ്ങിച്ച് വെച്ചിരുന്നയാ. അപ്പോൾ ഇവിടുത്തെ അമൂലിൻ്റെ നെയ്യ് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാനിതാ പൊട്ടിച്ച് വെച്ചിരുന്നു. നാട്ടിൽ പോകുമ്പോൾ കൊണ്ടുവരാം, അല്ലെങ്കിൽ ഇവിടെ തന്നെ നമ്മുടെ മലയാളിക്കട കിട്ടും. അപ്പോൾ അത് ബണ്ണിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. കല്ല് ചൂടാക്കി തിരിച്ച് മറിച്ചു വിട്ടിട്ട് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തു. അത് പുറത്തെടുത്തിട്ട് അതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സും നമ്മുടെ പാസ്ത ഹേർബും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ പാസ്ത ഹേർബ് എന്നൊക്കെ പറയുന്നത് നല്ല കേട്ടോ, നമ്മുടെ കറിവേപ്പിൻ്റെ ഒക്കെ പോലെ എന്തൊക്കെയോ ഹേർബ്സ് ഒക്കെ ഇട്ടതാ സംഭവം, വേറെ ജങ്കും കാര്യങ്ങളും ഒന്നുമല്ല. പിന്നെ ഒരു സ്ലൈസ് ചീസ് അതിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഒരു ബുൾസൈ കുറച്ച് കുരുമുളക് പൊടി ഉപ്പും ഒക്കെ ഇട്ട് ഇങ്ങനെ വെച്ചിട്ട് ആ ചീസിന്റെ പുറത്തോട്ടാണ് വെച്ച് കൊടുത്തത്. ഇനി അടുത്ത പീസ് ബണ്ണുണ്ടല്ലോ, അതിലേക്ക് ഞാൻ കുറച്ച് മയണൈസ് തേച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ വെജിറ്റബിൾ മയണൈസാണ്, കുറച്ച് തേച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിൽ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും കൂടെ. ഇത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് അടച്ചിട്ട് പിന്നെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതവന് കൊടുത്താൽ മതി. പിള്ളേർക്ക് ഇങ്ങനെയൊക്കെ ഉള്ള ഒത്തിരി ഇഷ്ടമാണ്. നെയ്യും മുട്ടയെന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് ഹെൽത്തി ആയിട്ട് പിള്ളേർക്ക് പറ്റുന്ന സംഭവമാണല്ലോ. അവനിത് കൊണ്ടു കൊടുക്കുമ്പോൾ ഉള്ള സന്തോഷമാണ്. ഒരു മൈല് വലിയവായി കാറുന്നുണ്ടായിരുന്നു. ഞാൻ കേട്ടൻ മാറ്റി നോക്കിയപ്പോൾ അപ്പുറത്തെ ബിൽഡിങ്ങിൽ ഇരിക്കുക. അതിൻ്റെ ആ അലറൽ ചില സമയത്ത് നമുക്ക് വല്ലാണ്ട് തോന്നും കേട്ടോ. അങ്ങനെ അലറും അത്. നമ്മുടെ ചെടിക്കൊക്കെ കുറച്ചൊന്ന് വെള്ളം കുടഞ്ഞു കൊടുത്തിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്, കാരണം അതിൻ്റെ ഇലയൊക്കെ ഇങ്ങനെ ഒരുമാതിരി വാടി നിൽക്കും. ഞാൻ ഇതിൻ്റെ ചുവട്ടിൽ കുറച്ച് ചകിരി വെച്ചിട്ടുണ്ട്, അപ്പം തണുപ്പ് അതിന് കിട്ടുമല്ലോ. പിന്നെ അതൊക്കെ വാടിപ്പോയാലും നമുക്കൊരു വിഷമമാണ്. നാട്ടിൽ പോകുമ്പോൾ എന്തായാലും മെയ്ഡിനോട് പറയണം ഡെയിലി ഇതുപോലെ ഒന്ന് വെള്ളമൊഴിച്ചു കൊടുക്കാൻ. അലങ്കാരപ്പനയും അകത്ത് തന്നെ വെച്ചേക്കുക, ഞാൻ വെയിലൊന്നും അങ്ങനെ കൊള്ളിക്കുന്നില്ല അതിനെ. ഇപ്പോൾ നാട്ടിൽ പോകുമ്പോൾ ചിലപ്പോൾ അത് ഹോർട്ടിക്കൾച്ചറുകാരുടെ കൊടുത്തിട്ട് പോകണമെന്നുണ്ട്, ചൂടല്ലേ, അവരാകുമ്പോൾ നന്നായിട്ട് നോക്കും. ഇനി കുഞ്ഞ് അലങ്കാരപ്പന ഇവിടെ ജസ്റ്റായിട്ടൊന്ന് തളിച്ചു കൊടുത്താൽ മതി വെള്ളം, വാഷ് ബേസിൻ്റെ കീഴിൽ. അത് മെയ്ഡ് ചെയ്യും. അങ്കിത്ത് എല്ലാവർക്കും ഒരു ഹായ് തന്നിട്ടുണ്ട് കേട്ടോ, വേറെ കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ആ അലങ്കാരപ്പനയുടെ താഴെ കുറച്ച് വെള്ളം പോകുന്നത്, അത് കുറച്ച് ടൈം എടുക്കുമല്ലോ, അതിനുശേഷം തിരിച്ചു കൊണ്ടുവെക്കാം, അല്ലെങ്കിൽ പിന്നെ അവിടെയൊക്കെ അങ്ങ് വെള്ളമാവും. ഞാൻ ചിക്കൻ്റെ കാലെടുത്ത് വെച്ചിട്ടുണ്ട്, ഒരു 6 പീസുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്യാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, ഉപ്പ്, അത് കുറച്ച് വെള്ളം ഒഴിച്ചൊരു പേസ്റ്റ് ആക്കിയിട്ട് ചിക്കനിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി അടച്ച് 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രീസറിലോട്ടാണ് ഞാൻ വെക്കുന്നത്. 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ആ സമയം കൊണ്ട് നമ്മുടെ മെയ്ഡ് എത്തിയിട്ടുണ്ട്. ഇനി പുള്ളിക്കാരി പോയതിന് ശേഷം നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ആ സമയം കൊണ്ട് നന്നായിട്ടൊന്ന് പിടിച്ച് വരും. ഇന്ന് കുറച്ച് തുണി ഞാൻ കഴുകിയിട്ട് നമ്മുടെ വിൻ്റർ ക്ലോത്ത്സ് ആട്ടോ, നല്ല വെയിലുണ്ടല്ലോ, അപ്പോൾ ഒന്ന് അടിച്ചിട്ട് ഞാൻ വെയിൽ ഒളിക്കാൻ ഇട്ടിട്ടുണ്ട്. തുണി വിരിച്ച് തിരിച്ച് വന്നിട്ട് നമ്മുടെ ചിക്കൻ എടുത്ത് ഫ്രൈ ചെയ്യാം. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, കുറച്ച് നേരം ഫ്രിഡ്ജിൽ ഇരിക്കുമ്പോൾ അത് നന്നായിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ അകത്തൊക്കെ ഒരു ടേസ്റ്റ് പിടിക്കും. എൻ്റെ കയ്യിൽ കറിവേപ്പില തീർന്നു പോയി, ഇന്ന് കുറച്ച് പോയി പൊട്ടിച്ച് വെക്കണം. എന്തായാലും ഇത് ഞാൻ കറിവേപ്പില ഇല്ലാതെ അങ്ങ് ഫ്രൈ ചെയ്തെടുക്കുക. മെല്ലെ തീ അഡ്ജസ്റ്റ് ചെയ്ത് തിരിച്ചും മറിച്ചു വിട്ട് നമുക്ക് നന്നായിട്ട് അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല സൂപ്പർ ചിക്കൻ ഫ്രൈ നമുക്ക് കിട്ടും. ആകെ ഒരു തേങ്ങ ഉണ്ടായിരുന്നുള്ളൂ, അതെന്തായാലും പൊട്ടിച്ചു നോക്കിയപ്പോൾ പൊട്ടിക്കാനേ വയ്യ, കൈ നല്ല വേദന എടുക്കുക.
കുലുക്കിയപ്പോൾ വെള്ളമൊന്നും കുലുങ്ങുന്നുണ്ടായിരുന്നില്ല. എന്തായാലും പൊട്ടിച്ച് നോക്കാമെന്ന് വെച്ച് ഞാൻ പൊട്ടിച്ച് നോക്കിയപ്പോൾ അത് പൊട്ടിക്കാനും വയ്യ. എൻ്റെ എല്ലൊക്കെ കൈയുടെ നൊന്തു. അങ്ങനെ കഷ്ടപ്പെട്ട് പൊട്ടിച്ചെടുത്തപ്പോൾ ഇതാണ് തേങ്ങയുടെ അവസ്ഥ. കേടായി. ഇനി ഇത് കളയാനേ പറ്റത്തുള്ളൂ. ഉച്ചയ്ക്ക് കുറച്ച് ദലിയ ഉപ്മാവ് ഉണ്ടാക്കാന്ന് വെച്ചു. അതിൽ തേങ്ങ ഇടാന്ന് വെച്ചതാ. ഇപ്പൊ വിളിച്ചു പറഞ്ഞ അവർ ഈ ചൂടത്ത് കൊണ്ടുവരാനും ലേറ്റ് ആവും. അല്ലെങ്കിൽ വേറെ ഇവിടെങ്ങാനും ഓർഡർ ഉണ്ടെങ്കിൽ അവർ ഒരുമിച്ച് കൊണ്ടുവരും. അല്ലെങ്കിൽ നമ്മൾ ഇതിന്റെ കൂടെ വേറെ സാധനങ്ങൾ ഓർഡർ ചെയ്യണം. ഇപ്പൊ എന്തെങ്കിലും ഓർഡർ ചെയ്യാന്ന് വെച്ചാൽ പ്രത്യേകിച്ച് എനിക്കിപ്പോൾ ഒന്നും ഓർഡർ ചെയ്യാനില്ല. അഥവാ ബ്രെഡോ തൈരോ എന്തെങ്കിലും പറയുവാണെങ്കിൽ അതിന്റെ ഡേറ്റ് നമ്മൾ നോക്കിയില്ലെങ്കിൽ അവർ ഡേറ്റ് ഒന്നും നോക്കാതെ പഴയതൊക്കെ കൊണ്ടുവരും. പിന്നെ തിരിച്ചു കൊടുക്കാൻ നിൽക്കണം. അതുകൊണ്ട് ആ രാത്രിയിൽ രാക്കേ വന്നിട്ട് നോക്കി എടുക്കുന്നത്. അതുപോലെ തന്നെ അപ്പം തന്നെ കൊണ്ടുവരുന്നതും കാരണം എന്ന് വെച്ചാൽ ചിലപ്പം 10:45 11 മണിക്ക് അവരുടെ കട അടച്ചതിന് ശേഷം അവർ കൊണ്ടുവരും. നമ്മൾ ചിലപ്പോൾ കിടന്നിരിക്കും. അതൊക്കെ കൊണ്ടാണ്. പിന്നെ എന്തായാലും ദലിയ ഉപ്മാവിന് ഞാൻ ദലിയ നമ്മുടെ സൂചി ഗോതമ്പ് നുറുക്ക് ഗോതമ്പ് എന്നൊക്കെ പറയുമല്ലോ, അത് നന്നായിട്ട് കഴുകിയിട്ട് ഒരു 10-15 മിനിറ്റ് ഒന്ന് കുതിർത്ത് വെക്കാം. കടായിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നെയ്യാ ടേസ്റ്റ്. കുറച്ച് കടുക് പൊട്ടിച്ച് കൊടുക്കാം. പിന്നെ നമ്മുടെ വറ്റൽമുളകും ഒരു സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതും കൂടി ഇട്ടിട്ട് വഴറ്റാം. ഈ സമയം കൊണ്ട് ഒരു 15 മിനിറ്റ് കൊണ്ട് ദലിയ ഒന്ന് കുതിർന്ന് കിട്ടുമല്ലോ. അതിൻ്റെ വെള്ളം ഊറ്റി മാറ്റി വെക്കുക. സവാള വഴണ്ട് വന്നതിന് ശേഷം നമ്മുടെ ദലിയ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്യാം. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അതിന് കുറച്ച് വെള്ളം ഞാൻ തിളപ്പിച്ചെടുക്കുന്നുണ്ട്. നമ്മുടെ റവയുടെ അത്രയും വെള്ളം ഒഴിക്കേണ്ട, കാരണം ഇത് വെള്ളം പിടിക്കത്തില്ലല്ലോ, റവ വെള്ളം പിടിക്കും. ഇത് നമുക്ക് വേകാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി, നല്ല തിളച്ച വെള്ളം. അത് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അടച്ച് കുറച്ച് നേരം ഒരു 5-10 മിനിറ്റ് വെക്കുക. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അതിനുശേഷം വെന്ത ഒരു പരുവം നമുക്കറിയില്ല. ഇത് പെട്ടെന്ന് വേകും, റവയെക്കാട്ടിയും വേഗം ഉണ്ട് കേട്ടോ. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഇതേ എടുത്തപ്പം നമ്മുടെ സൂപ്പർ ദലിയ ഉപ്മാവ് റെഡി. തേങ്ങ ഇട്ട കുറച്ചുകൂടെ ടേസ്റ്റ് ആട്ടോ. ഇതെന്താണെന്ന് പറയാവോ? ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ കിടക്കുന്ന റൂമിന്റെ ജനലിന്റെ പുറത്ത് കൂട് കൂട്ടിയിരിക്കുന്ന തേനീച്ചയാണ്, അതായത് തേനീച്ചക്കൂട്. എനിക്ക് ആ ജനൽ തുറന്ന് കാണിക്കണമെന്നുണ്ട്, പക്ഷെ അവിടെ ചുറ്റും ഈ തേനീച്ചകളായതുകൊണ്ട് എനിക്ക് പേടിയാ. അത് കുത്തിയാൽ മരിച്ചു പോകുന്നൊക്കെയാ പറയുന്നത്. മൊത്തത്തിൽ ഞാൻ അകത്താണെങ്കിലും കയറിയാലോ എന്ന് പേടിച്ചിട്ടാണ് ഞാനിപ്പോൾ ജനൽ തുറക്കാതെ പുറത്തുകൂടെ കാണിക്കുന്നത്. ഇത് പെട്ടെന്ന് ഒറ്റ ദിവസം കൊണ്ട് വന്നതാ. ഞങ്ങൾ രാവിലെ കണ്ണ് തുറന്ന് കാണുന്ന രംഗം ദേ കൂട് കൂട്ടി ഇങ്ങനെ ഇരിക്കുന്നയാ. ഇതെന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. നമ്മളിപ്പോൾ നമ്മുടെ ഇവിടെ കംപ്ലൈന്റ് കൊടുത്താൽ അവർ വന്ന് റെഡിയാക്കി തരും. പക്ഷെ എന്തോ ഒരു മനസ്സിനൊരു വല്ലായ്മ. എന്തായാലും നോക്കാൻ 2 ദിവസം. ഇത് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്യണം. അല്ലെങ്കിൽ എല്ലാവർക്കും അത് ഡേഞ്ചർ അല്ലേ, ഇത് കുത്തിയാൽ മരിച്ചു പോകുന്നാ പറയുന്നത്. നമ്മുടെ അങ്കൂന് ഒരു മാങ്ങ ചെത്തി കൊടുക്കാന്ന് വെച്ചാൽ നമ്മുടെ മാംഗോ സഫേദ. ഇപ്പൊ നല്ല മധുരമുള്ള മാങ്ങയാ വരുന്നത്. ആദ്യം കുറച്ച് പുളിയുള്ളതായിരുന്നു, പിന്നെ മധുരം കൂടി വരും. ഇപ്പൊ കിട്ടുന്നത് നല്ല മധുരമുള്ളതാണ്. അല്ലെങ്കിൽ ചൂട് കൂടുന്തോറും മാങ്ങയുടെ മധുരം ഇവിടെ കൂടുതൽ. UP എന്ന് പറയുന്നത് മാങ്ങയ്ക്ക് ഫേമസ് ആ. അപ്പൊ അവിടെ നിന്നൊക്കെ വരുന്ന മാങ്ങയാ മാംഗോ സഫേദ. അതെന്തായാലും ദേ ഒരെണ്ണം അരിഞ്ഞ് അവന് കൊടുക്കുന്നുണ്ട്. ഫോർക്കൊക്കെ ഇട്ട് കൊടുത്താൽ കുത്തി കഴിച്ചോളും. അങ്ങനെ ഒരുവിധം പണിയൊക്കെ കഴിഞ്ഞു. കിച്ചണൊക്കെ ഒന്നും കൂടെ ഒന്ന് അടുക്കി ഒതുക്കി വൃത്തിയാക്കി. രാക്കെ ലഞ്ചൊക്കെ കഴിച്ചിട്ട് പോയി കേട്ടോ. നമ്മുടെ ശർക്കരപ്പൊടി, ഞാൻ ഉപയോഗിക്കുന്ന ശർക്കരപ്പൊടിയായത്. വെള്ള കളറിലിരിക്കും. നമ്മുടെ നാട്ടിലെ ആ ഒരു കറുപ്പ് കിട്ടത്തില്ലെങ്കിലും പൊടിയും അഴുക്കും അതുപോലെ തന്നെ കല്ലും മണ്ണും ഒന്നുമില്ല, നല്ല പ്യുവറാ. അതുള്ളതുകൊണ്ട് ഞാൻ 2 പഴം പഴുത്തിരുന്നത് നമ്മുടെ മിക്സിയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഗോതമ്പ് മാവും കുറച്ച് ഏലക്കാപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് പാലൊഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂൺ നെയ്യും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങ് അരച്ചെടുക്കാം. ഇനി ഒരു സ്റ്റീൽ പാത്രം നെയ്യ് ഒഴിച്ച് നന്നായിട്ട് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇഡലി പാത്രത്തിലേക്ക് വെച്ചിട്ട് ആവിയേറ്റിയെടുക്കാം. ആദ്യം ഹൈ ഫ്ലെയിമിൽ കൊടുത്തിട്ട് പിന്നെ ഒന്ന് ലോ ഫ്ലെയിം ആക്കിയിട്ട് ഒരു 30-35 മിനിറ്റ് ആവിയേറ്റിയെടുക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ ബനാന പുഡിംഗ് ആണിത് റെഡിയാക്കിയിട്ടും ഹെൽത്തിയും ഈസിയുമാണ്. ഞാൻ ഒരുപാട് വട്ടം ഈ റെസിപ്പി കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പഴമൊക്കെ വരുവാണെങ്കിൽ നമ്മൾ ഇങ്ങനെ ചെയ്താൽ മതി. ആവിയേറി ആറാനായിട്ട് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് തണുത്തതിന് ശേഷം മുറിച്ചിട്ട് നമുക്ക് കഴിക്കാം. ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ് ഞാൻ ചേർത്തേക്കുന്നത്. അരിപ്പൊടി വേണമെങ്കിൽ അരിപ്പൊടി ചേർക്കാം. ഞാൻ അരിപ്പൊടി കൊണ്ട് നേരത്തെ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ഗോതമ്പ് മാവാണ് ചേർത്തേക്കുന്നത്. അതൊക്കെ നല്ലതായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ല പഞ്ഞി പോലെ ഇരിക്കും, നല്ല ടേസ്റ്റാണ്. രാത്രി നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കാം കേട്ടോ. ഒരു ഗ്ലാസ് ചായ ഇതും കൂടെ മതി, വയറ് നിറച്ച് ഫില്ലായിട്ട് കിടക്കും. ഇവിടെ എനിക്കും രാക്കേക്കും അങ്കൂനും 3 പേർക്കും ഇഷ്ടമാണ്. നന്നായിട്ട് അടിയിൽ നിന്ന് ഇളകിയും വരും. ഇനി നമ്മുടെ തുണി അങ്ങ് മടക്കി വെക്കണം. അതൊക്കെ വെച്ചതിന് ശേഷം നന്നായിട്ട് തലയിൽ എണ്ണ തേച്ചൊന്ന് കുളിക്കണം. എന്തെങ്കിലുമൊക്കെ ജോലി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമെന്നേ.
ഒന്നുമില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന ദിവസവും എന്തെങ്കിലുമൊക്കെ ജോലി വരും. ഇപ്പോൾ ചിലപ്പം പാചകമൊന്നും ഇല്ലാത്ത ദിവസമാണെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ പണി കിട്ടും. എന്തായാലും പണി ഒഴിഞ്ഞ് വലിയ നേരമൊന്നും കാണത്തില്ല. നമ്മൾ വീട്ടിൽ ഇരിക്കുകയാണെങ്കിലും എന്തെങ്കിലുമൊക്കെ ജോലി കണ്ടും കേട്ടും നമുക്ക് ചെയ്തല്ലേ പറ്റത്തുള്ളൂ. എന്നാലേ നമ്മുടെ വീട് ആ ഒരു അടുക്കും ചിട്ടയും വൃത്തിയായിട്ട് കിടക്കത്തുള്ളൂ. അപ്പോൾ ആ തുണി ഇതേ അങ്ങ് മടക്കി വെച്ചു. ഇല്ലേ പിന്നെ അതവിടെ കിടന്ന അത് വേറൊരു തലവേന, ഒരു മനസ്സമാധാനക്കേട്. ഇനി അടുത്ത എന്താ, കുളിച്ചിട്ട് വന്നിട്ട് വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ചിട്ട് ഡിന്നറും കാര്യങ്ങളും ഒക്കെ നോക്കണം. സമയം 6:45 കഴിഞ്ഞു. 41 ഡിഗ്രിയാ ചൂട്, അസല് ചൂടാ. രാക്കേ വന്നപ്പോൾ ദേ നമ്മുടെ മാംഗോ സഫേദ തന്നെ വലുതാട്ടോ. ഒരു മാങ്ങയിൽ നല്ല ഫ്ലഷ് കിട്ടും. അത് നന്നായിട്ട് കഴുകി അരിഞ്ഞ് മിക്സിയിലിട്ട് ഒരു പഴവും കൂടി ഇട്ട് കുറച്ച് നമ്മുടെ റോസ് സിറപ്പ് ഉണ്ടല്ലോ അതും കൂടെ ഒഴിച്ചിട്ട് അടിച്ചെടുത്തു. ഇതിലേക്ക് ഇനി പാലൊഴിച്ചു കൊടുക്കാം. നന്നായിട്ട് മിക്സിയിൽ അങ്ങ് അടിച്ചെടുക്കാം. ഇതൊരു സ്മൂത്തി ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ രാഖിക്ക് നല്ല ആശ്വാസമാണെന്ന് പറയും. പല രീതിയിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കും. ഇപ്പം നല്ല ഉണ്ടായതുകൊണ്ട് ഞാനിപ്പം ഇതിപ്പോൾ ഇങ്ങനെ ചെയ്തു കൊടുക്കാതെ നമ്മുടെ ജെല്ലി രീതിയിൽ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഒരുപാട് ലൂസാക്കണ്ട കേട്ടോ. ഇങ്ങനെ ആകുമ്പോൾ നമുക്കിങ്ങനെ കോരി കഴിക്കുമ്പം കുറച്ച് ഒരു കഴിച്ചൊരു ഇടവുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ട് അങ്ങ് ഇറങ്ങിപ്പോവും. ഡിന്നറിനായിട്ട് ഞാനൊരു കുക്കർ എടുത്തു. അതിലേക്ക് കുറേ വെളുത്തുള്ളി തൊലിയൊക്കെ മാറ്റി ഇട്ട് കൊടുത്തു. പിന്നെ ഒരു വലിയ സവാള, 2 ഉരുളക്കിഴങ്ങ് ഇതും കഴുകി ഈ രീതിയിൽ മുറിച്ചിട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് ഒരു ക്യാരറ്റ്, വലിയൊരു ക്യാരറ്റ് ആയിരുന്നു, അതും കൂടെ മുറിച്ചിട്ട് കൊടുത്തു. ബീൻസ്, പച്ചമുളക്, കുറച്ച് ഫ്രഷ് കരിവേപ്പില വെച്ചിക്കൊണ്ടുവന്ന് അതും ഇട്ട് കൊടുത്തു. അടുത്തത് ഹോൾ സ്പൈസസ് ആണ്. പട്ട, ഗ്രാമ്പൂ, ഏലക്ക, തക്കോലം, ബേ ലീഫ്, കുറച്ച് കുരുമുളക്, ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തു. ആവശ്യത്തിന് ഉപ്പ്. ഇനി ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ ചിക്കനാട്ടോ. ബോൺലെസ് ചിക്കനാണ്. ഒരു 10-12 പീസുണ്ട്. അത് നന്നായിട്ട് കഴുകി അതിലേക്ക് ചേർത്ത് ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അടച്ച് വേവിച്ചെടുക്കാം. സ്റ്റൂവാ, നമ്മുടെ ചിക്കനും വെജിറ്റബിളും കൊണ്ടിട്ടുള്ള സ്റ്റൂ. പുട്ടുവാ ഉണ്ടാക്കുന്നത്. അപ്പോൾ രാത്രി ഒരുപാട് മസാലയുടെ ഒരു കുത്തൊന്നും വരത്തില്ലല്ലോ. ഇത് സിമ്പിൾ ആയിരിക്കും. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഒരു 4-5 വിസിൽ കേൾപ്പിച്ച് കഴിഞ്ഞിട്ട് ആവി മാറി തുറന്നു നോക്കിയപ്പോൾ നമ്മുടെ പച്ചക്കറിയും ചിക്കനും ഒക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തീ കത്തിച്ചിട്ട് കുറച്ച് പാലൊഴിച്ച് നന്നായിട്ട് ഇളക്കി ഒന്ന് തിളച്ചാൽ മതി. ഒരുപാടിട്ട് തിളപ്പിക്കേണ്ട, ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാൽ മതി. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ നോക്കിയിട്ട് അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കുക. പുട്ടും ദേ റെഡിയാക്കി എടുത്തു. നമ്മുടെ വെള്ള പുട്ടുപൊടിയുടെ പുട്ടാട്ടോ. തേങ്ങയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലാവിഷാക്കി തേങ്ങയൊക്കെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഡിന്നർ കഴിഞ്ഞിട്ട് അരി ഉഴുന്നും ആട്ടി വെക്കാന്ന് വെച്ചാൽ ഞാൻ രാവിലെ കുറച്ച് അരി ഉഴുന്നും വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, കുറച്ച് ഉലുവയും, പിന്നെ കുറച്ച് ചോറ് ഫ്രിഡ്ജിൽ ഞാൻ എപ്പോഴും മാറ്റി വെച്ചേക്കും, പെട്ടെന്ന് ആട്ടാൻ ആവശ്യത്തിന് വന്നാലോ എന്ന് വെച്ചാൽ അതും എടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് ചോറും കൂടെ ഇട്ട് ആട്ടിയാണ് നമ്മുടെ ഇഡ്ഡലി ദോശയ്ക്കൊക്കെ അരച്ച് വെക്കുന്നത്. അപ്പോൾ അതെന്തായാലും പെട്ടെന്ന് അങ്ങനെ മാവ് ആട്ടി എടുത്തിട്ടുണ്ട്. 2 ട്രിപ്പായിട്ട് ഇടണം, കാരണം എൻ്റെ മിക്സിയിൽ ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ ഓവർലോഡായിപ്പോൾ. അപ്പോൾ 2 ട്രിപ്പായിട്ട് അരച്ച് ഈ രീതിയിൽ വെക്കാം. കുറച്ച് വെച്ച് കഴിഞ്ഞാൽ 1-2 നേരത്തേക്ക് ഇഡ്ഡലിയോ ദോശ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമല്ലോ. പിന്നെ പതുക്കെ ഈ ചൂടാണ്ട് പെട്ടെന്ന് പൊങ്ങി കിട്ടുന്നതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അരച്ച് വെച്ചാൽ മതി. അങ്ങനെ അതും കഴിഞ്ഞു. രാത്രിയിൽ കിടക്കാൻ പോവാ കേട്ടോ. അതിന് മുന്നേ നമ്മുടെ തേനീച്ച ഒന്ന് നോക്കാമെന്ന് പറഞ്ഞ് ജനൽ തുറന്ന് രാക്കെ വീഡിയോ എടുത്ത് തരിക. എനിക്ക് പേടിയുണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ അത് പറക്കുന്നില്ല, അത് അടങ്ങി മിണ്ടാണ്ട് ഉറങ്ങുകയാന്ന് തോന്നുന്നു. അപ്പോൾ രാക്കെ ഇതേ ജനൽ തുറന്നിട്ടാ ഇതെടുത്തത്. നമ്മുടെ തേനീച്ചകളൊക്കെ ഉറങ്ങുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ബൈ ബൈ, ഗുഡ് നൈറ്റ്.